അപ്പോൾ സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം 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 ആൻഡ് സോ സോറി. നമ്മൾ 2-ാം തീയതി പറഞ്ഞ ടൂർണമെൻ്റ് ആണ്. അപ്പം ടൂർണമെൻറ്റ് നടത്താൻ പറ്റാത്തതിൽ ഞങ്ങൾ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് ഗൈസ്, പബ്ജി പോലെ നമുക്ക് അവരുടെ ഒരു സെർവറിൽ നടത്തുന്ന ഒരു സാധനമല്ലല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സെർവർ ഞങ്ങൾ ആദ്യം ഇത് എക്സ്ലാൻഡിസിൽ നടത്താനിരുന്നതാണ്. എക്സ്ലാൻഡിസിൽ മൊത്തം അപ്പാപ്പൻ്റെ വീട്ടിൽ വെള്ളം കയറിയപ്പോഴത്തേക്കിന് ഗൈസ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി നമുക്ക്. സോ ഈ സെർവർ ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ സെർവറാണ്. ഇത് ശരിക്കും എൻ്റെ സെർവറാണ്. ഇത് എൻ്റെ ഞാനായിട്ട് മേടിച്ച കീ എല്ലാം അടക്കം ഉള്ള ഇതിൽ നമ്മളായിട്ട് മേടിച്ച സെർവർ, കീ, ബാക്കി സ്ക്രിപ്റ്റ് എല്ലാം സ്വന്തമായിട്ട് നമ്മൾ ഈ ഒരു മാസത്തേക്ക് എൻ്റെ ഈ സെർവർ ഉണ്ടാവും. സോ ഈ ഒരു സെർവറിലായിരിക്കും കുറച്ച് സൗണ്ട് കൂട്ടാവും. എടാ സൗണ്ട് കുറവുണ്ടോ? വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യ. ഞാൻ ഇതിനകത്ത് ഗെയിനും ഇത് ഇട്ടിട്ടില്ല. ഒരു മിനിറ്റ് ഗൈസ്, ആദ്യം നോയ്സ് സപ്രഷൻ ഒന്ന് ഇട്ടോട്ടെ. നോയ്സ് സപ്രഷൻ ഓക്കെ ആയി. ഗെയിനും കൂടെ ഒന്ന് കൂട്ടിക്കോട്ടെ. ഇത് പുതിയ PC ആയതുകൊണ്ടേ ഞാൻ ഇതിനകത്ത് ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല. ഗെയിൻ ഒരു ഗൈസ് ഇപ്പം നോക്കി, ഇപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പോൾ സൗണ്ട് സെറ്റ് അല്ലേ? സൗണ്ട് ഓക്കെ ആയില്ലേ? ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആണ്? ഔട്ട് ഓഫ് ഫോക്കസ് അല്ലല്ലോ. ഇപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. ഇപ്പൊ ഫോക്കസ് അല്ലേ? എന്റെ മുഖത്തോട്ട് പിടിക്കടാ. ഓക്കെ. അപ്പൊ സോ പക്കുവേ താങ്ക് യു സോ മച്ച് ഫോർ ദ റൈഡ്, താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോസ്റ്റ്. അപ്പൊ ഗൈസ്, അപ്പൊ ഒരുപാട് പേരുടെ എഫേർട്ട് ഇതിനകത്തുണ്ട്. ഞാനെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാം. മെയിനായിട്ട് നമ്മൾ സെർവർ ഇപ്പൊ കംപ്ലീറ്റ്ലി ഇതാക്കി എടുത്തിട്ടുണ്ട്. ടെസ്റ്റ് മാച്ചസ് ഒക്കെ നല്ല അത്യാവശ്യം സ്മൂത്തായിട്ട് റൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ടൂർണമെന്റ് എങ്ങനെയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഗൈസ്. ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. നിങ്ങളത് ദയവ് ചെയ്ത് എന്താ പറയാ, നമ്മുടെ അടുത്ത് ഇതാക്കണം ഗൈസ്. 9:15 9:30 നമ്മുടെ ഫസ്റ്റ് മാച്ച് തുടങ്ങും. സോ ടീം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടനെ റെഡി ആയിട്ട് ഇതാക്കും ഗൈസ്. ഔട്ട് ഓഫ് ഫോക്കസ് മാറും ഗൈസ്, അത് മാറും. അത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കിനും മാറും, അത് ഓക്കെ ആവും. അപ്പോൾ മെയിനായിട്ട് എനിക്ക് കുറച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഈ ഒരു ടൂർണമെന്റ് ഞാനാണ് നടത്തുന്നത്. സോ ഞാൻ എൻ്റെ എന്ന് പറയുമ്പം എനിക്ക് ഒബ്വിയസ്ലി ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് എൻ്റെ ഗ്യാങ് ആണ് എൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സൗണ്ടിലെ ഒന്നുമില്ല ഗൈസ്, എല്ലാം സെറ്റാണ്. സൗണ്ടിലെ ഒന്നുമില്ല, എല്ലാം കറക്റ്റാണ്. അപ്പം എൻ്റെ ടീമാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ടീം. പക്ഷേ ഇതൊരു ടൂർണമെന്റ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി കോച്ചേ താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോസ്റ്റ്. അപ്പം ഞാൻ നടത്തുന്ന ഒരു ടൂർണമെന്റ് ആയതുകൊണ്ട് ഞാൻ ബൈസ്ഡ് ആയിട്ട് ആർക്ക് വേണ്ടിയിട്ട് സംസാരിക്കത്തില്ല. എല്ലാ ടീമിനും പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും നല്ല ഇത് കൊടുക്കും. ഇന്നലത്തെ ടൂർണമെന്റിൽ എന്തോ RZ7 KV അടിച്ച് ജയിച്ചപ്പോഴത്തേക്കിന് ഞാൻ എന്തോ എക്സ്പ്രഷൻ ഇട്ട് പുള്ളിക്ക് ഞാൻ KV അടിച്ച സന്തോഷം ഗൈസ്. അങ്ങനല്ല, ഒരാൾ നിന്ന് 3 പേരെ അടിച്ച് കളി ജയിപ്പിച്ചപ്പോൾ ഒബ്വിയസ്ലി ഒരു ഇതാണെന്നുള്ള രീതിയിൽ പറയാം. ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെ. എല്ലാ ടൂർണമെന്റ്സും നമ്മൾ കഴിഞ്ഞ ടൂർണമെന്റ് നടത്തിയപ്പോൾ പോലും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കുറേ പേരെ നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുവരികയും നമ്മൾ ഇതുപോലെ ഇത് പറയുകയും ചെയ്തതാണ്. സോ അങ്ങനത്തെ ദയവ് ചെയ്തിട്ട് ഇതിന് ആരെങ്കിലും പറയുവാണെങ്കിൽ നീയൊക്കെ മാറി കുനിഞ്ഞിരിക്കാനേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അതിൽ വേറെ ഒന്നും പറയാനില്ല. ഒരു ടൂർണമെന്റ് ഞാൻ ഓർഗനൈസ് ചെയ്ത് നടത്തുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ബ്ലൂ ലൈറ്റ് ആക്കുക. പറ്റണില്ല, ഇവനൊന്നും പറ്റണില്ല. ബ്ലൂ ലൈറ്റ് ഇല്ലാതെ പറ്റുന്നില്ല. ബ്ലൂ ലൈറ്റ് ആക്കി. അപ്പോൾ ടൂർണമെന്റിൽ ഞാൻ എല്ലാവർക്കും ഒരേ ഇമ്പോർട്ടൻസും ഒരേ ഒരു ഇതുമായിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായോ? ആ ഒരു രീതിയിലായിരിക്കും ഞാൻ എല്ലാവർക്കും പെർഫോം ചെയ്യുന്ന നല്ല ടീമിനും എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഷൗട്ട് ഔട്ടും നല്ല രീതിയിലുള്ളത് ഇതുമായിരിക്കും ഞാൻ ഉറപ്പായിട്ടും കൊടുക്കാൻ പോണത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ ഇന്ന് തൊട്ട് നമ്മുടെ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ചാറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ എല്ലാ ടീമിനെയും ഹെൽത്തി ആയിട്ട് നമ്മുടെ ടൂർണമെന്റിന്റെ ചാറ്റിൽ സപ്പോർട്ട് ചെയ്യാം. ആൻഡ് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വരുവാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ബ്ലെയിം ദ ഡെവലപ്പേഴ്സ്. സത്യം എനിക്ക് അതേ പറയാവുള്ളൂ ഗൈസ്. 4 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല ഇവരാരും. ഇതിന്റെ പുറകിൽ ഒരു വലിയ ടീമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു ചെറിയൊരു രീതിയിലല്ല നമ്മൾ ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളത് പറഞ്ഞുതരാം. അതായത് സാധാരണ നോർമലി ഒരു ടൂർണമെന്റ് നടക്കുന്നത് ഫോർമാറ്റിൽ മാത്രമല്ല നമ്മൾ നടക്കുന്നത്. എല്ലാം അത് മാനുവൽ ആയിരിക്കും. നമ്മൾ പോയിന്റ്സ് എഴുതി കൂട്ടണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ ഇനി ഒരു കാര്യം കാണിച്ചു തരാം. ഓൺ ദ സ്പോട്ട് ലൈവ് മാച്ച് നടക്കുന്ന സമയത്ത് മാച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ ഒരു സാധനം വരും. ഇത് കണ്ട, ഇതിൽ കളിക്കുന്ന 10 ടീമും ഉണ്ടാവും. 10 ടീമിന്റെ ഇതിൽ പോയിന്റ് കില്ലെടുക്കുന്നതിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ടോപ്പിലേക്ക് പോയിന്റുകൾ വരും. BMPS ഒക്കെ നടക്കുന്നത് പോലെ തന്നെ
എങ്ങനെയാണോ അത് നടക്കുന്നത് അതേപോലെ തന്നെ കറക്റ്റായിട്ട് പോയിന്റ് ടേബിൾ കറക്റ്റ് മാച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ ടോപ്പ് ഓഫ് ദ കില്ല് വെച്ചിട്ട് ടോപ്പ് ഓഫ് ദ ഇതിനകത്ത് ആരാണോ ഉള്ളതെന്നുള്ളൊരു കാര്യം വരും. അത് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ഒരു മാച്ച് ഫിനിഷ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ വെയിറ്റ് ഒരു കളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ടൂർണമെന്റിൽ ഫുൾ ഡീറ്റെയിൽസ് മാച്ച് കഴിയുമ്പോൾ തന്നെ ഉണ്ടാവും. ലീഡർ ബോർഡിലും മാച്ചസിലും ഇവിടെ മാച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഇൻക്ലൂഡിങ് എല്ലാത്തിൻ്റെയും റിസൾട്ട് ഇവിടെ വരുന്നതായിരിക്കും. ആൻഡ് മാച്ചിന്റെ സൈറ്റിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൈറ്റിന്റെ ലിങ്ക് ഞാനിവിടെ ഇതൊന്ന് പിഞ്ച് എന്നെ പൊക്കി പറയണം. നിന്നെ ഞാൻ പൊക്കി പറയാടാ ഗോകു, നിന്നെ ഞാൻ പൊക്കി പറയാം. നീ പുഴുത്ത് ചാവുമ്പോൾ ഞാൻ പൊക്കി പറയാം നിന്നെ. മാച്ചിന്റെ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി ചെക്ക് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? ഇടയ്ക്കിടയ്ക്ക് കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ പറയണത് പോലെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ തന്നെ കാണാം. ഈഗിൾ ബ്രോ തുടങ്ങും. ബ്രോ ടീംസ് ഒക്കെ കയറട്ടെ ബ്രോ, തുടങ്ങാം. നീക്കും എല്ലാവരും ഒന്ന് ചില്ലാവ്. ടീംസ് ഒക്കെ വരട്ടെ. 9:30 ഫസ്റ്റ് മാച്ച്. 9:30 ആകുമ്പോഴത്തേനും റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഡിലേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ പറയണത് പോലെ എല്ലാവരും വരുന്നതേ ഉള്ളൂ. ആൾക്കാർ വരാതെ ഞാൻ ചുമ്മാ സ്റ്റാർട്ട് കൊടുക്കാനോ? എല്ലാവരും വരും, ചില്ലാവ്. നമ്മൾ കുറച്ച് നേരത്തെ ലൈവ് ഇട്ടോന്നേ ഉള്ളൂ. സോ ഇന്ന് ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും തമ്മിലുള്ള മാച്ചസ് ആണ് ഇന്ന് നടക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് എയുടെ മാച്ച്, രണ്ടാമത് ഗ്രൂപ്പ് ബിയുടെ മാച്ച്. ഇങ്ങനെയാണ് നമ്മൾ കറന്റ്ലി ഫോർമാറ്റ് വെച്ചിരിക്കുന്നത്. സോ ബ്രോ ജസ്റ്റ് സജഷൻ, ഈ ടൂർണമെന്റിൽ കമന്റ്സ് എല്ലാം റിപ്ലൈ കൊടുക്കുമായിരിക്കും. ഇല്ല ഞാനൊന്നും പറയണില്ല ബ്രോ, ഞാനത് ഓൾറെഡി പറഞ്ഞതാണ്. ചാറ്റിൽ ഹെൽത്തി ആയിട്ട് എന്ന് കരുതി ഇവിടെ വന്നിരുന്ന കുണ്ണത്തരം പറയണ ഡയറക്റ്റ് ബാൻ ആണ് ഉറപ്പായിട്ടും. ഒരു പ്ലെയറിനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയറിനെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരു പ്ലെയറിനെയോ വേറൊരു ടീമിനെയോ താത്തി പറയേണ്ട ആവശ്യമില്ല. പിന്നെ അവർ ഹെൽത്തി ആയിട്ടൊരു ടീമിനെ പറയുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കുന്ന പരിപാടി ബാക്കിയുള്ളവരും നിർത്തണം ഗൈസ്. എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ടീംസിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ വേറൊരുത്തിന് ഊമ്പൻ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യരുത്, അല്ല കമന്റ്സ് ഇടരുത്. അത്രേ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല നമുക്ക്. സോ ഓക്കെ, അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ഈഗിൾ ഗെയിമിംഗ് എക്സലാൻഡിസ് നടത്തുന്ന റാംപേജ് GTA 5 PvP ടൂർണമെന്റിന്റെ ഡേ 1 എല്ലാവർക്കും വെൽക്കം. ആൻഡ് എന്താ പറയുക, കളിക്കാൻ പോണ എല്ലാ ടീമിനും വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ, എല്ലാവർക്കും കിടിലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് POV സ്ട്രീംസ് അലോഡ് അല്ല റൈറ്റ് നൗ. POV ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ടൂർണമെന്റ് POV ഇവിടെ മാത്രമായിരിക്കും. ആൻഡ് ഇന്ന് ഒരു ദിവസം മാത്രം നമ്മൾ ഡിസ്കോഡ് ത്രൂ ആയിരിക്കും സ്പെക്ക് ചെയ്യണം. നമ്മുടെ സ്പെക്ക് ചെയ്യുന്ന സാധനത്തിന്റെ ഒരു ചെറിയൊരു സെർവർ ഇഷ്യൂ വന്നിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ മാച്ച് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കോഡിലായിരിക്കും സ്പെക്ക് ചെയ്യുന്നത്. സോ ഇന്ന് ടോട്ടൽ 6 മാച്ചാണ്. ഗ്രൂപ്പ് എയിലുള്ള ടീമിന് 3 മാച്ചും ഗ്രൂപ്പ് ബിയിലുള്ള ടീമിന് 3 മാച്ചുമാണ്. ടോട്ടൽ 6 മാച്ചസ് ആണ് ഇന്നുള്ളത്. സോ ഗ്രൂപ്പ് എയുടെ ഒരു മാച്ച്, ഗ്രൂപ്പ് ബിയുടെ ഒരു മാച്ച്, ഗ്രൂപ്പ് എയുടെ ഒരു മാച്ച്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമുക്ക് ഇതാക്കുന്നത്. കറന്റ്ലി എന്താ പറയാ, നമ്മുടെ ഈ ഒരു ടൂർണമെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നല്ലൊരു മനുഷ്യനായിട്ടുള്ള ഒരു പയ്യനാണ്. ഈഗിൾ ഗെയിമിംഗ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണ് നമ്മുടെ പ്രൈസ് പൂൾ ആയിട്ടുള്ള ഫസ്റ്റ്, സെക്കൻഡും തേർഡും എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ പ്രൈസ് പൂൾ ഇപ്പോൾ കറന്റ്ലി വന്നിരിക്കുന്നത് 1 lakh rupees ആണ്. നമ്മുടെ നല്ലൊരു പയ്യനാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഈഗിൾ ഗെയിമിംഗ് ഫോർ ദ സ്പോൺസർഷിപ്പ്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് 50,000 ആണ് നമ്മുടെ ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് 30. അങ്ങനെയാണ്, ആ ഫോർമാറ്റിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഒരു സെക്കൻഡ് ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ കറക്റ്റ് എങ്ങനെയായിരുന്നു ഒന്ന്. ബ്രോസ് ടൂർണമെന്റ് ഫസ്റ്റ് പ്ലേസ് 50,000, സെക്കൻഡ് പ്ലേസ് 30,000, തേർഡ് പ്ലേസ് 15,000 ആൻഡ് MVP-ക്ക് 10,000 ആണ്. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 1-2 സ്പോൺസേഴ്സ് അല്ലാതെ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ വരും ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ടോട്ടൽ പ്രൈസ് പൂൾ വിൽ ബി ഡിഫറെന്റ്. ഉറപ്പായിട്ടും വേറെ ആയിരിക്കും ഫൈനൽ ഇതെന്ന് പറയണത്. അപ്പം ഈ ഒരു മഴവെള്ള പൊക്കത്തിൽ വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ടാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് ബ്രാവോയുടെ അടുത്ത് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറയാലോ ഗൈസ്, അവൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നിട്ട് പോലും ഈ ഒരു സ്ക്രിപ്റ്റ് ശരിയാക്കാനും എല്ലാത്തിനും വേണ്ടി മൊബൈൽ ഡേറ്റയിൽ ഡിസ്കോഡിൽ വന്നിരുന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്, അതുപോലെ എക്സലാൻഡിസിലെ നിഞ്ചയ്ക്ക് വന്ന ചെറിയ മിസ്റ്റേക്സുകളൊക്കെ കഴിഞ്ഞ ഒരു 1.5 ദിവസമായിട്ട് ഉറക്കം പോലും ഇല്ലാതെ വന്ന് ഫിക്സ് ചെയ്ത് കൊടുത്ത എക്സലാൻഡിസിലെ ഡെവലപ്പേഴ്സിനും ഒരു പ്രത്യേക താങ്ക് യു. ആൻഡ് ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ ഞാൻ പറയാം, അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാനുണ്ട്. സോ അപ്പം എല്ലാവർക്കും വെൽക്കം ടു ദ ടൂർണമെന്റ്. ആൻഡ് എന്താ പറയുക, ഞാൻ ക്യാം കുറച്ച് ചെറുതാക്കി വെക്കാം.
അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. ആൻഡ് നമുക്ക് ഡിസ്കോഡിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്, അവിടെ എല്ലാവരും ഉണ്ടാവും. നമുക്ക് ലൈവ് നൗവിലിരിക്കാം. ലൈവ് നൗവില് എല്ലാവരും വരും. ടൂർണമെന്റിനെ പറ്റി രണ്ട് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ടൂർണമെന്റ്, ഇത്രയും ഒരു പ്രൈസ് പൂളില് ഇത് ആദ്യമാണെന്ന് തോന്നുന്നു എന്റെ അറിവിൽ. സ്പോൺസറിനെ പറ്റി സ്പോൺസർ. അതെ അതെ, നമ്മുടെ സ്പോൺസർ വളരെ നല്ല ഒരു വിശാല മനസ്കനാണ് പുള്ളി. ഇത്രയും നമ്മളായിട്ട് കൊളാബ് ചെയ്തപ്പോൾ പോലും പുള്ളി നമുക്ക് പൈസ ഓഫർ ചെയ്തിട്ടുണ്ട്. അത് ടൂർണമെന്റ് കഴിഞ്ഞ് തരാന്നാണ് പറഞ്ഞത്. തരുമായിരിക്കും. വളരെ നല്ല മനുഷ്യനാണ്. തന്നില്ലെങ്കിൽ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒപ്പീനിയൻ മാറ്റി പറയാം. ആടൊന്ന് സ്കിപ്പ് ചെയ്യണം പ്ലീസ്. കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. എന്നാ പ്രൈസ് പൂൾ നീ വിടറാ, നീ വിടറാ. പോയാ ബ്രേവ് കാണും ബ്രോ, ബ്രേവില് അതിലാടില്ല ബ്രോ. ആള് പോയിട്ട് ആള് സ്ഥലം വിട്ട്. പിന്നെ ഒരു കാര്യം ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ടൂർണമെന്റില് ഒരു ടീമിനെ നമ്മൾ പുറത്താക്കാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞുതരാം. എക്സലാൻഡിസ് സെർവർ ഡംപ് ചെയ്ത് പിടിച്ച ഒരുത്തൻ അതിനകത്ത് കളിക്കുന്നുണ്ട്. അപ്പൊ അവൻ ഇന്നലെ എവിടെ എക്സലാൻഡിസ് വേറെ എവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയുള്ള പറഞ്ഞ എനിക്ക് ഞാൻ എക്സലൻറ്റീസ് എന്നാ കേട്ടത്. എന്റെ അടുത്ത് കുറച്ച് മുമ്പ് പറഞ്ഞു. അതായത് അപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഒരു വലിയൊരു സർവർ ഡമ്മിന്റെ ഒരു മെയിൻ ഒരു കൾപ്രിറ്റ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. കാരണം പുള്ളിയുടെ ഗ്യാങ്ങിൽ, അതായത് നമ്മുടെ സെർവറിൽ, അതായത് TC ഹബില് ഒരു സാധനം ലീക്കായാൽ 10 സെക്കൻഡിനുള്ളിൽ അവരുടെ ഗ്യാങ്ങിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും പുള്ളി സാധനം വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ അവരുടെ ഗ്യാങ്ങിൽ തന്നെ ഡൗട്ട് അടിച്ചിട്ട് പുള്ളിനെ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു. അപ്പൊ ഇന്നലെ ടെസ്റ്റ് മാച്ച് കളിക്കാൻ ഇവര് വന്ന സമയത്ത് നമ്മള് പുള്ളിയെ POV ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് VCയിൽ വിളിച്ചായിരുന്നു. PC ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. VC ചെക്ക് ചെയ്യാൻ വന്നപ്പോഴത്തേക്കിന് പുള്ളി ഡിസ്കണക്ട് അടിച്ചു പോയി. എന്നിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങളുടെ ടീമിനെ ഇതാക്കിക്കോളാൻ പറഞ്ഞു. സോ അങ്ങനെ ഒരു ടീമിനെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പകരം നമുക്ക് ഏതെങ്കിലും ഒരു ടീമിന് ചാൻസ് കൊടുക്കാം. അല്ലെങ്കിൽ ബ്രാവോ നമ്മുടെ ഇതിനകത്ത് XMDക്കോ ഇവർക്കോ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ലൈനപ്പ് ഇറക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊരു അവസരം കൊടുക്കാം. അല്ല, വേറെ ടീം ഓൾറെഡി ഇത് ചോദിച്ചെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ആണോ? എന്നാ എന്താന്ന് വെച്ചാൽ ഈകളെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് ദിസ് ലവ് ഫ്രം RSL7. മാക്കേ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വെൽക്കം. ഗ്യാങ്ങിന്റെ പേര് എന്തായിരുന്നു? എടാ ഒരു സെക്കൻഡ് കഴിച്ച് ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയട്ടെ. ആക്ച്വലി അവര് മറ്റേ ഓൾട്ടർനേറ്റ് റോൾ പ്ലേ എന്ന് പറഞ്ഞിട്ട് റോൾ പ്ലേ സർവറൊക്കെ നടത്തുന്നുണ്ട്. അതിലെ മാനേജ്മെന്റിലുള്ള പുള്ളിയാണ് ഈ പറഞ്ഞ ഡംപ് ചെയ്ത് പിടിക്കപ്പെട്ടവൻ. അതിന്റെ ഓണറിനോട് PC ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പറയുവാണ് ഹാക്കൊന്നും അല്ലല്ലോ, ഡംപ് അല്ലേ. അല്ലല്ലോ. എന്തൊക്കെ കാണണം, കേക്കണം എന്തൊക്കെ ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ. തലവണ കേസൊന്നും അല്ലല്ലോ ഗൈസ്. SYT അല്ല ഗൈസ്, SYT അല്ല, വേറെ അങ്ങനെ എന്തോ ഒരു പേര് ഞാൻ ഇപ്പൊ കൺഫേം പറഞ്ഞുതരാം. സെർവർ ഡംപ് എന്താന്ന് ഇപ്പൊ പറഞ്ഞില്ലേ പുള്ളി? ഇപ്പൊ പറഞ്ഞു തന്നില്ലേ സെർവർ ഡംപ് എന്ന് പറഞ്ഞാ ഗൈസ് എന്താന്ന് വെച്ചാ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അത് ബ്രാവോ തന്നെ സംസാരിക്കും അതിനെപ്പറ്റി. ബ്രാവോ. അതായത് TVയുടെ വണ്ടികൾ അല്ലെങ്കിൽ ഈ സെർവറിലുള്ള ഗ്യാങ് ഹൗസസും വണ്ടികളും എല്ലാം ഒരു സെർവറിൽ ലീക്കായില്ലേ, അതെല്ലാം ഇതേപോലെ സെർവർ ഡംപ് ചെയ്തിട്ട് അവര് എടുത്തേക്കുന്ന സാധനങ്ങളാണ് അതെല്ലാം. അയ്യോ വലിയ തെറ്റ്. MRCയുടെ ഏതോ ഗ്യാങ് ഹൗസ് ലീക്കാക്കിയിട്ട് അതിലിട്ടിരുന്ന പേര് ഓർക്കുന്നുണ്ടോ നിങ്ങള്? MRCയുടെ ഗ്യാങ് ഹൗസ് ലീക്കാക്കിയിട്ട് ആ ഗ്യാങ് ഹൗസ് ഇട്ടിരുന്ന പേര് ഓർക്കുന്നുണ്ടോ? കാണിച്ചു തന്നായിരുന്നു. അതെ. അതുപോലെ കുറെ ഉണ്ട്. MRCയുടെ ഗ്യാങ് ഹൗസ് ലീക്ക് ആക്കിയിട്ട് എന്തായിരുന്നു അതിനകത്ത് ഇട്ടിരുന്ന ബ്രാവോ? അംബിഷേക്ക് എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ തൊട്ട് താഴെ TVയുടെ മറ്റേ വണ്ടിക്കകത്ത് കുണ്ണ വണ്ടി, ഇങ്ങനെയൊക്കെയാണ് അവൻ മറ്റേ മെൻഷൻ ചെയ്തിട്ടേക്കണം. മനസ്സിലായ? അത് ഞാൻ ഷെയ്ക്കിനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഗൈസ്. അത് ഷെയ്ക്കിനെയും ഇപ്പൊ എന്നെ ആണെങ്കിലും എല്ലാത്തിലും ഓരോരുത്തരെയും ഗ്യാസ്ട്രോയെ ഓരോരുത്തരെയും ഇങ്ങനെ ഓരോരുത്തരുടെ ഗ്യാങ് അസെറ്റ്സ് ഈ പറയണത് പോലെ വേറൊരു രീതിയിൽ പേരിട്ടാണ് അവൻ അതിനകത്ത് കൊണ്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? അത് നമ്മുടെ കൂട്ടത്തിലുള്ള മലയാളി തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഈ DDoS അടിക്കുന്നതും ഇവിടുന്ന് ഈ വണ്ടികൾ ലീക്കാക്കി കൊടുക്കുന്നതും എല്ലാം ഒരു മലയാളി തന്നെ.
മനസ്സിലായോ? അതില് വേറെ കോമഡി ഉണ്ടെങ്കിലേ, ആ. അതായത് ഈ പറഞ്ഞ സെർവറിലെ ആൾക്കാര് സിയോണിൽ സ്കൈഡൊക്കെ പോയി സംസാരിച്ചപ്പോ ഈ പറയുന്ന വ്യക്തി തന്നെയാണ് കുറച്ച് നാൾ മുന്നേ സിയോണിൽ ഡീഡോസ് അടിച്ചത്. അതാ. അപ്പം ഡീഡോസിന്റെ പിന്നിലും ഇവരായിരിക്കാം, നമുക്കറിയത്തില്ല. സോ ടീമുകളെല്ലാം ജോയിൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ മൈര കളി തുടങ്ങും. ഞാനൊന്നും പറയുന്നില്ലടാ, ഞാൻ വിട്ടറാ. അവനവന്റെ തന്തയോട് പറയണത് പോലെയാണ് വന്നത് പറയണത്. തന്തയെ അടുക്കളയിൽ പോയി വെള്ളം എടുത്തോണ്ട് അങ്ങനെയൊക്കെ പറയൂലേ, അതുപോലെയാണ് പറയണത് നമ്മുടെ അടുത്ത്. ഒരു പ്രശ്നവുമില്ല. SDC എന്നാണ് ഡിസ്ക്വാളിഫൈ ആയ ടീമിന്റെ പേര് കേട്ടാ. സോ SDC എന്നാണ് ഡിസ്ക്വാളിഫൈ ആയ SDC. ഫുൾ ഫോം എന്താ എനിക്ക് അറിഞ്ഞൂടാ. ഫുൾ ഫോം എന്താ ബ്രാവോ? അതിന്റെ അത്രയും ഭയങ്കര കുറഞ്ഞു പോയി അല്ലേ? ഇത്രയും മതി. ഓക്കെ. SDC നോക്കണം.